നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി ചേച്ചി നീ ആരാ? എന്താ വേണ്ടത്? ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. എന്താ? എനിക്ക് ഫോണും തരാമോ? അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനാ. ഇല്ല, അങ്ങനെ വഴി പോകുന്നവർക്കൊന്നും എന്റെ ഫോൺ കൊടുക്കാൻ പറ്റില്ല. നീ ഇനി ഈ ഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലേ ഞാൻ ഇനി അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. ഇല്ല ചേച്ചി, ഭഗവാനെ ഓർത്ത് സഹായിക്കണം. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ചേച്ചി ഒരു തരി മനസാക്ഷി കാണിക്കണം. എനിക്ക് ഒരേ ഒരു കോള് വിളിക്കാനേ ഉള്ളൂ. പ്ലീസ് ചേച്ചി. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? എന്റെ ഫോൺ ഞാൻ ആർക്കും കൊടുക്കില്ല. ചേച്ചി പ്ലീസ് ദയ കാണിക്കണം. ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തില. ഇപ്പൊ ചേച്ചി ദയ കാണിച്ച ശ്രീ മഹേശ്വരൻ ചേച്ചി അനുഗ്രഹിക്കും. എനിക്ക് ഈശ്വരന്റെ അനുഗ്രഹമല്ല, പണമാണ് വേണ്ടത്. എന്റെ ഫോൺ ഞാൻ നിനക്ക് തരാം, പക്ഷേ അതിനു പകരം നീ എനിക്ക് പണം തരണം. അയ്യോ, എന്റെ കയ്യിൽ ഇപ്പൊ കാശൊന്നുമില്ല. കാശില്ലെങ്കിൽ ഫോണും തരാൻ പറ്റില്ല. അയ്യോ അങ്ങനെ പറയല്ലേ ചേച്ചി. എനിക്ക് കോള് വിളിക്കാൻ പറ്റിയ കാശ് ഞാൻ എത്തിച്ചു തരാം. അതൊന്നും പറ്റില്ല. ആ വാച്ച് തന്ന ഫോണ് ഞാൻ തരാം, പക്ഷേ ഒരു കോള് മാത്രമേ വിളിക്കാവൂ. ശരി. വാച്ച് ഇനി ഒന്ന് ഫോൺ തരൂ. ഒറ്റ കോള് വിളിച്ചിട്ട് തന്നേക്കണേ. ശരി. എത്രയും പെട്ടെന്ന് മഹേട്ടിനെ വിളിച്ച് കാര്യം പറയണം. മഹേട്ടിന് എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. വിളിക്കുന്നത് അൺനോൺ നമ്പരാ. ഞാനങ്ങ് കട്ട് ചെയ്തു. എന്ത് പണിയായിട്ട് നീ കാണിച്ചേ? അത് ഗംഗയായിരിക്കും. ഡ്രൈവറുടെ മറ്റു ഫോൺ വാങ്ങി വിളിച്ചതാണെങ്കിലോ? അയ്യോ, ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ഈ ടെൻഷനിൽ ഒഴിവാക്കാന്ന് കരുതിയാ ഞാൻ കട്ടാക്കിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇല്ല മഹി, ഗംഗയാണെങ്കിൽ ഗംഗയുടെ ഫോണിൽ നിന്നല്ലേ വിളിക്കൂ. അതെങ്ങനെ പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നത് ഗംഗയുടെ ഫോണിന് എന്തോ പറ്റിയെന്നാ. അതല്ലേ ഗംഗ നേരത്തെ രേഷ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്? അത് ശരിയാ, ഞാൻ പെട്ടെന്നത് ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? കട്ടായല്ലോ. മതി മതി, എന്റെ ഫോണിങ് തന്നെ. അയ്യോ ചേച്ചി, എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അവിടെ കട്ടാക്കി. ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചോട്ടെ? പറ്റില്ല, ഒരു തവണയെ വിളിക്കൂന്ന് ഉറപ്പ് പറഞ്ഞോണ്ടാ ഞാൻ ഫോൺ തന്നത്. അയ്യോ ചേച്ചി, ചേച്ചി ഒരു മനസാക്ഷി കാണിക്കണം. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചോട്ടെ? മലയാളത്തിലല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? നീ തന്ന സാധനത്തിന് പകരം ഫോൺ ഞാൻ തന്നു കഴിഞ്ഞു. ഇനി എന്റെ പുറകെ വന്ന എന്റെ സ്വഭാവം മാറും. ചേച്ചി അങ്ങനെ പറയല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. ഒരിക്കൽ കൂടി ഒന്ന് സഹായിക്കണം. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. അങ്ങനെ ആ ജോലി കഴിഞ്ഞു. ഇനി കിട്ടാനുള്ള കാശ് വാങ്ങി എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഇത് വെച്ചോ. എനിക്ക് ഫോണും തരൂ. ഇതാദ്യമേ തരണ്ടേ? എങ്കിൽ ഇത്രയും പറയേണ്ടി വരില്ലായിരുന്നല്ലോ. പെട്ടെന്ന് വച്ചേക്കണം. എനിക്ക് അധികം നേരം നോക്കി നിൽക്കാനൊന്നും പറ്റത്തില്ല. മഹേട്ടനാണല്ലോ. എന്റെ ശ്രീ മഹേശ്വര, നീ ഞങ്ങളെ കൈവിട്ടില്ലല്ലോ. മഹേട്ടാ, ഞാനാ. ഗംഗ, നീ ഇത് എവിടെയാ? എന്താ പറ്റിയത്? മഹേട്ടാ, ഞങ്ങൾ എല്ലാരും അപകടത്തിലാ. എന്താ ഉണ്ടായത്? എന്തായാലും നീ കാര്യം പറ.
രേഷ്മയും മാളും മറ്റു കുട്ടികളും ഒക്കെ എവിടെ? അവരെല്ലാരും ഇവിടെ ഉണ്ട്. ഞങ്ങള് അവിടുന്ന് പോകുന്നപ്പോ മുതല് പ്രശ്നങ്ങളാ. എന്നിട്ട് നിങ്ങളിപ്പോ എവിടെയാ? ഞാനിപ്പോ ഒരു കുഞ്ഞിന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് അയാൾ കാണാതെ വിളിക്കുന്നതാ. നീ പേടിക്കാതെ ഗംഗേ, ഞാൻ ഉടനെ തന്നെ വരാം. നീ ഏതാ സ്ഥലം പറ. അത് മഹേട്ടാ, എനിക്ക് ഈ സ്ഥലം അറിയില്ല. ഒരു കാട്ടുവഴിയില്ല. എവിടെ ഒരു ഹലോ ഹലോ ഗംഗേ, ഗംഗേ നീ എന്തൊന്നും മിണ്ടാത്തേ? പറയൂ ഗംഗേ. എന്താ മഹി, എന്താ പറ്റിയത്? പറയാം. എന്താ ഗംഗ, എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഹലോ ഹലോ ഗംഗ എന്താ പറയുന്നത്? അവരെന്തോ വലിയ അപകടത്തില. ഞാൻ പറഞ്ഞില്ലേ, ആ ഹെൽപ്പർ അയാള് ശരിയല്ല. അയാൾ ഇതിന്റെയൊക്കെ പിന്നില്. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഗംഗ തലം പറഞ്ഞു തുടങ്ങിയപ്പോഴാ അവിടെ ആരോ വന്നത്. മിക്കവാറും അത് അയാൾ തന്നെയാവും. മഹി മഹി ആ ഫോണിങ് തന്നെ. ഗംഗേ, ഗംഗേ നീ കേൾക്കുന്നില്ലേ? വേണ്ട ജിത്ത്, സംസാരിക്കണ്ട. അതവിടെ കൂടുതൽ പ്രശ്നമാവും. ചിലപ്പോ അയാൾ ഗംഗയെ ഉപദ്രവിച്ചെന്നും വരാം. ആ അത് ശരിയാ. ആ ഫോണിങ് ഇതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.